പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു നമ്മുടെ ഒരുമിച്ച് കൂടലും പിരിയലുമൊക്കെ അവൻ പൊരുത്തപ്പെട്ട സ്വാലിഹായ ഒരു അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. സുദീർഘമായി സംസാരിക്കുന്ന നമ്മുടെ ഉസ്താദുമാരൊക്കെ, വന്നിരായ ഉസ്താദുമാരൊക്കെ വളരെ സാരവത്തായ പ്രഭാഷണം നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞു. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ അഹലുകാരായി അള്ളാഹു നമ്മെ ജനിപ്പിച്ചു എന്നതാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം എന്നുള്ളത്. അള്ളാഹുവിൻ്റെ ദീനിന്റെ ഖാദിമീങ്ങളായി പ്രവർത്തിക്കുവാൻ സാധിക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുണ്യവും ഭാഗ്യവും ആണ്. ആ നിലക്ക് നേരത്തെ ഉസ്താദ് പറഞ്ഞു വെച്ച അതേ കാര്യം, അള്ളാഹുവിൻ്റെ ദീൻ എല്ലാവരുമാലാണ് നടത്തപ്പെടുന്നത്. ഈ ദീൻ നടത്തപ്പെടണമെങ്കിൽ ഇൽമ പറഞ്ഞു തരേണ്ട ആലിമീങ്ങൾ ഉണ്ടാവണം, ദുആ ചെയ്യാൻ സയ്യിദന്മാരുണ്ടാകണം, അതിനത്യാവശ്യമായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകാൻ ഉമറാക്കൾ ഉണ്ടാവണം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാൻ ആ നാട്ടിലെ അബാലവൃദ്ധ ജനങ്ങളും വിശിഷ്യ ആ നാട്ടിലെ ചെറുപ്പക്കാരും ഉണ്ടാവണം. അതുപോലെ പള്ളിയിലേക്കും മറ്റും സീരണിയും മറ്റു സഹകരണങ്ങളും നടത്താൻ ആ നാട്ടിലെ ഉമ്മപ്പെങ്ങന്മാരും ഉണ്ടാകണം. ആ നിലക്ക് സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരുമയോടുകൂടിയുള്ള പ്രവർത്തനം കൊണ്ടാണ് പരിശുദ്ധമാക്കപ്പെട്ട ദീനീ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോവുക. നമുക്കറിയാവുന്നതുപോലെ ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കുന്നു, അതിന് വഅദ് പറയാൻ ഉസ്താദുമാർ വരുന്നു, അതിന് കൂടിയാലോചന നടത്തുന്നു. പക്ഷെ അതിന് ശാരീരികമായി അധ്വാനിക്കണമെങ്കിൽ ഈ നാട്ടിലെ ചെറുപ്പക്കാർ തന്നെ മുന്നിട്ടിറങ്ങണം. അതിന് ഉസ്താദിന്റെയും തങ്ങളുടെയും പ്രവർത്തനം അതിലേക്ക് തികയില്ല. ആ നിലക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്, ബാധ്യതയാണ്. കാരണം ഇന്ന് ഈ നമുക്ക് കാണുന്ന സൗഭാഗ്യങ്ങളെല്ലാം നമുക്ക് മുൻപേ സഞ്ചരിച്ച നമ്മുടെ പൂർവികരായിട്ടുള്ള മഹത്തുക്കൾ, ഉലമാക്കൾ, ഉമറാക്കൾ, അവർ ഈ ഭൗതിക സാഹചര്യമൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, നമ്മുടെ സമുദായത്തിന് ഇത്രയും ഉയർച്ചയൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ, ഗൾഫ് പണം ഇങ്ങോട്ട് വരുന്നതിനേക്കാൾ മുമ്പ് ഒന്നുമില്ലായ്മയിൽ നിന്ന് അന്നന്ന് അധ്വാനിച്ച് അവർ സമ്പാദിക്കുന്ന ആ സമ്പാദ്യത്തിൽ നിന്ന് ഒരു ഭാഗം നീക്കി വെച്ചുകൊണ്ട് പിടിയേരി സമ്പ്രദായം പോലുള്ള സമ്പ്രദായം, പള്ളിയിലേക്ക് മാസത്തിൽ അരി കൊടുത്തിട്ട് ആ അരി വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് പള്ളിയുടെ ചെലവുകൾ നടത്തിയിരുന്ന കാലഘട്ടം. അൽഹംദുലില്ലാഹ് അവര് നയിച്ച ആ ത്യാഗത്തിന്റെ ഫലമാണ് ഇന്ന് നാം അനുഭവിക്കുന്ന പള്ളികളും മദ്രസകളും ഒക്കെ. അതുപോലെ ഇനിയുള്ള തലമുറകൾക്കും കാലം മാറുന്നതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂടേണ്ടതുണ്ട്. നമുക്കറിയാം, പഴയ കാലത്തുള്ള പള്ളികളെ അപേക്ഷിച്ച് നമ്മുടെ പള്ളികളൊക്കെ ഇന്ന് വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. അത് കാലഘട്ടത്തിനനുസരിച്ച് നമ്മുടെ വീടുകളെക്കാളും ആദ്യം വിപുലീകരിക്കപ്പെടേണ്ടത് പള്ളികളാണ്. വീടുകളെക്കാളും ആദ്യം ഭംഗിയാക്കപ്പെടേണ്ടത്, മോടി കൂട്ടപ്പെടേണ്ടത് പള്ളികളാണ്. അള്ളാഹുവിന്റെ ഭവനങ്ങളാണ് ഒരു നാട്ടിൽ ഏറ്റവും ഭംഗിയായി, ഏറ്റവും ഉന്നതമായ ഔന്നിത്യത്തിൽ നിൽക്കേണ്ടത്. ആ മഹത്തായ പള്ളിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഭാഗവാക്കാകുക എന്നുള്ളത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഞാൻ സൂചിപ്പിച്ചതുപോലെ അതൊരു തൗഫീഖാണ്, ഭാഗ്യമാണ്. ഒരുപാട് സമ്പത്ത് അള്ളാഹു നൽകിയിട്ടും ഒരു രൂപ പോലും പള്ളിയിലേക്ക് നൽകുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് നമ്മുടെ ഗതികേടാണ്. ആ നിലക്ക് നേരത്തെ ഉസ്താദ് പറഞ്ഞു വെച്ച അതേ കാര്യം ഇന്ന് വലിയ രീതിയിലുള്ള പ്രഭാഷണങ്ങളൊക്കെ നമ്മുടെ നാടുകളിലൊക്കെ നടക്കുന്നുണ്ട്. ആ പ്രഭാഷണങ്ങളിലൊക്കെ ഇൽമ് പറയുന്ന പ്രഭാഷണങ്ങൾ ഇന്ന് കുറഞ്ഞു വരികയാണ്. പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പലരും പറയുന്നത്. നിസ്കരിക്കാനോ നോമ്പെടുക്കാനോ ഉത്ബോധിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ നാൾക്ക് നാൾ കുറഞ്ഞു വരികയും സമൂഹത്തിൽ ആർക്കും സാധാരണഗതിയിൽ ഒരു പത്രം വായിക്കുന്ന, കൃത്യമായി വാർത്ത കാണുന്ന ഒരാൾക്ക് പ്രഭാഷണം നടത്താൻ സാധിക്കും. എന്നാൽ ആലിമീങ്ങളുടെ പ്രഭാഷണം അതല്ല, ഹദീസും ആയത്തും ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം, അത്തരത്തിലുള്ള പ്രഭാഷണം നാൾക്ക് നാൾ കുറഞ്ഞുകൊണ്ടുവരുന്നു. ഉസ്താദ് അവസാനം സൂചിപ്പിച്ച നിസ്കാരത്തിന്റെ കാര്യം പലപ്പോഴും ഞാനൊക്കെ പഴയ കാലത്ത് ഞാൻ പറഞ്ഞു കേട്ടിട്ട് നമ്മുടെ നാട്ടിലെ അന്ധകായി മുക്കറിക്കുണ്ടായിരുന്നു. അള്ളാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. മുക്കറിക്കല്ല പറഞ്ഞിരുന്നു, പണ്ട് കാലത്ത് ഒരു നാട്ടിൽ വയല് 10 ദിവസം വയലാണ്. ആ 10 ദിവസം ബാങ്ക് കൊടുക്കുന്ന മുതൽ നിസ്കരിച്ചു കഴിഞ്ഞ് ദുആൻ അവസാനം വരെ ആ 10 ദിവസം ഒരേ ഉസ്താദാണ് പഠിപ്പിക്കുക. അത് കഴിയുമ്പോൾ ഏത് ഒരു ഇൽമില്ലാത്തവനും ഇൽമ ലഭിക്കുന്നുള്ളതാണ്. ആ നിലക്ക് നിസ്കാരത്തിന്റെ കാര്യത്തെക്കുറിച്ച്
ഇന്ന് വളരെ ലാഘവത്തോടു കൂടി നാം കാണുന്ന ഒരു കാര്യമാണ് പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം. ഒരു മുസ്ലിമും അരമുസ്ലിമും തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം മുസ്ലിം നിസ്കരിക്കുമെന്നുള്ളതാണ്. നമ്മുടെ പൂർവികരായിട്ടുള്ള മഹത്തുക്കൾ, മഹാന്മാരായിട്ടുള്ള സഹാബാക്കൾ യുദ്ധവേളയിൽ പോലും നിസ്കാരത്തിന്റെ കാര്യത്തിൽ കണിശത പുലർത്തിയിരുന്നു. നമുക്കറിയാം, ബദറടക്കമുള്ള യുദ്ധവേളയിൽ ഒരു സംഘം നിസ്കരിക്കുമ്പോൾ മറുസംഘം കാവൽ നിൽക്കും, മറുസംഘം നിസ്കരിക്കുമ്പോൾ ആദ്യം നിസ്കരിച്ചവർ കാവൽ നിൽക്കുമെന്നൊക്കെ നാം പലപ്പോഴും പഠിച്ചിട്ടുണ്ട്. അന്നത്തെ ആ സാഹചര്യത്തിലെല്ലാം ഉപരിയായി ഇന്ന് നമുക്ക് ഓരോ കിലോമീറ്ററിലും 10ഉം 15ഉം പള്ളികൾ ഉണ്ടായിട്ട് പോലും നിസ്കരിക്കുന്നതിന് ഒരു ആസ്വാദനമായി നമുക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. പലപ്പോഴും നിസ്കാരം ഒരു ജോലി എന്ന പോലെ, ഒരു ചടങ്ങെന്ന പോലെ തീർക്കുന്ന ഒരവസ്ഥ. പലപ്പോഴും എല്ലാ ജോലിയും കഴിഞ്ഞ് നമ്മുടെ സ്ത്രീകൾ, ഉമ്മ പെങ്ങന്മാർ എല്ലാ ജോലിയും കഴിഞ്ഞ് അവസാനമായി നിസ്കരിക്കുക, അതല്ലെങ്കിൽ ളുഹറിനെയും അസറിനെയും ചേർത്ത് നിസ്കരിക്കുന്നവരുണ്ട്, ഒരേ ഒതുവോടുകൂടി നിസ്കാരം. എന്നാൽ നിസ്കാരം എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്താണ്. ആ ഇബാദത്തിനെ ഒരു ലഹരിയായി എടുത്ത്, ഒരു ആസ്വാദനമായി എടുത്ത് നിസ്കരിക്കാൻ എന്നുള്ളത് നമുക്കറിയാം. ചിലപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടാവും പരമസാധുക്കളായിട്ടുള്ള ഇൽമൊന്നുമില്ലാത്ത, അറിവില്ലാത്ത ആളുകൾ, പക്ഷെ എല്ലാ വക്തിലും പള്ളിയിൽ ആദ്യത്തെ സഫിലുണ്ടാവും. നിസ്കാരം എന്നുള്ളത് അവർക്കൊരു ലഹരിയാണ്. അത് ഏത് ആഘോഷമായാലും കല്യാണമായാലും വേദിന്റെ പരിപാടിയാണെങ്കിലും നിസ്കരിക്കുന്ന സമയം നമ്മൾ പള്ളിയിലേക്ക് ഓടിച്ചത്. ആ നിലക്ക് നിസ്കാരവുമായി, നിസ്കരിക്കുന്ന കാര്യവും നമുക്ക് ഹൃദയബന്ധം ഉണ്ടാക്കുവാൻ നമുക്ക് സാധിക്കണം. നിസ്കരിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഇറങ്ങിപ്പോകുന്ന ആളുകൾ അള്ളാഹു കാത്തുസലാമത്താക്കുമാറാകട്ടെ. കാരണം നമുക്കൊക്കെ നമ്മുടെ അമല് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രം നിസ്കരിക്കുന്നവരാണ്. 5 വക്ത് നിസ്കാരം, ഒരു വക്ത് നിസ്കാരത്തിന് 5 മിനിറ്റ് പോലും നാം എടുക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ആ നിസ്കാരത്തിന് ശേഷം നമുക്ക് ദിക്റുകളോ അതല്ലെങ്കിൽ ഉസ്താദ് ചെയ്യുന്ന ദുആക്ക് ആമീൻ പറയുവാനും പോലും സമയമില്ലാതെ കണ്ട് ദുനിയാവിന്റെ കാര്യത്തിന് വേണ്ടി നാം തിരിഞ്ഞോടുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് ഈ ലോകവും പരലോകവുമാണ്. നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകളെ ഉസ്താദ് പറഞ്ഞു. നിസ്കാരം എന്തിനു വേണ്ടിയാണ് നിർബന്ധമാക്കിയതെന്നുള്ളത്. ആ നിലക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സ്വീകരിക്കണമെങ്കിൽ ഒരു മുസ്ലിം ആവുക എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. പേരുകൊണ്ട് നമുക്ക് മുസ്ലിമീങ്ങളാണ്, നമ്മുടെ മാതാപിതാക്കൾ മുസ്ലിമീങ്ങളായതുകൊണ്ട് നാം മുസ്ലിമായി. എന്നിരുന്നാൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട് മുഅ്മിനാവുക എന്നുള്ളത് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. പരിശുദ്ധമാക്കപ്പെട്ട റജബ് മാസത്തിലാണ് നമുക്ക് ദുആ ചെയ്യാൻ തുടങ്ങി. അല്ലാഹുമ്മ ബാരിക് ലനാ റജബ് വശഅബാൻ വബല്ലിഗനാ ശഹ്റ റമളാൻ എന്നുള്ളത്. റമളാനിലേക്കുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. നമുക്ക് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മാറ്റത്തിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ് റജബ് മാസം. നാം ജീവിതത്തിൽ ഇന്ന് വരെ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ, നാളെ മുതലല്ല, ഇന്ന് മുതൽ തന്നെ നിസ്കരിക്കാൻ ആരംഭിക്കണം. ഖുർആൻ ഓതാത്തവരാണെങ്കിൽ ഒരു പേജെങ്കിലും ഖുർആൻ ഓതണം. ഏറ്റവും ചുരുങ്ങിയത് ഒരു ദിവസം ഒരു ജുസ് എങ്കിലും ഓതാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിനോട് നാം ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കും. കാരണം ആരംഭപ്പുവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അള്ളാഹു നൽകിയ ഏറ്റവും വലിയ സമ്മാനം, അതിലൂടെ നമുക്ക് ലഭിച്ച മഹത് ഗ്രന്ഥം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ. ലോകത്തങ്ങോളം ഇങ്ങോളം വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരും മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരുപാട് ആളുകൾ ആ ഖുർആന്റെ സന്ദേശം ഉൾക്കൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ശോധന തീരത്തേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ വീടുകളിലും പള്ളികളിലും ഒക്കെ മുസ്ഹഫുകൾ അടച്ചുപൂട്ടി വിട്ടപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. അല്ലാഹു കാത്തുസലാമത്താക്കുമാറാകട്ടെ. ആ നിലക്ക് നമുക്ക് എല്ലാവിധ പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളില്ലാത്ത മനുഷ്യരില്ല. ഉസ്താദ് നേരത്തെ സൂചിച്ചതുപോലെ തങ്ങന്മാരടുത്ത് ഉസ്താദന്മാരടുത്തൊക്കെ ദുആ കൊണ്ട് വസീയത്ത് ചെയ്യാറുണ്ട്. അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. അതിലുപരിയായി കൃത്യമായി 5 വക്ത് നിസ്കാരം, 5 വക്ത് നിസ്കാരത്തോടൊപ്പം റവാത്തിബ് അടക്കമുള്ള നിസ്കാരങ്ങൾ പതിവാക്കുക. ഏറ്റവും ചുരുങ്ങിയത് ഒരു പേജെങ്കിലും ഒരു ദിവസം, ഖുർആൻ കാണാത്ത ഒരു ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല. നമുക്ക് വലിയ വലിയ ആലിമ്യങ്ങളല്ല, ഉസ്താദുമാരൊക്കെ ഒരുപാട് പഠിച്ചവരാണ്. നാം സാധാരണക്കാരായിട്ടുള്ള ആളുകൾ മറ്റെല്ലാം ഉപരിയായി 5 വക്ത് നിസ്കരിക്കുക, ഒരു പേജെങ്കിലും ഖുർആൻ ഓതുക. ഒരു പേജ് ഓതിയാൽ ഒരു കൊല്ലം കൊണ്ട് ഖുർആൻ ഖത്തം തീരുകയില്ല. എന്നിരുന്നാലും ഏറ്റവും കുറഞ്ഞത് അതല്ലെങ്കിൽ ഒരു ജുസു ഓതണമെങ്കിൽ നമുക്ക് 25 മിനിറ്റ് മതി. 25 മിനിറ്റ് കൊണ്ട് ഒരു ജുസു ഓതാം. ആ ഒരു ജുസു ഒരു ദിവസം ഓതിയാൽ 30 ദിവസം കൊണ്ട് ഒരു ഖത്തം തീർക്കാൻ പറ്റും. 12 മാസം കൊണ്ട്, ഒരു കൊല്ലം കൊണ്ട് നമുക്ക് 12 ഖത്തം റമളാനിലാണ് നമുക്ക് കൂടുതൽ തീർക്കാൻ പറ്റും. ആ നിലക്കൊക്കെ നമ്മുടെ പൂർവികരായിട്ടുള്ള മഹത്തുക്കൾ ആ നിലക്കൊക്കെ ആയിരുന്നു നമുക്ക് കാണിച്ചു തന്നത്. ആ ഖുർആനെ മാറ്റിവെച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ തിരുദൂതര സുന്നത്തുകളെ മാറ്റിവെച്ചുകൊണ്ട്, പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ ആചാരാനുഷ്ഠാനങ്ങളായ റാത്തീബും മൗലൂദും തുടങ്ങിയ നമ്മുടെ പരിശുദ്ധമാക്കപ്പെട്ട ആചാരങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നമ്മുടെ ദീനി ദഅവത്ത്. അപ്പോൾ ആ നിലക്ക് നമുക്ക് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഒട്ടേറെ ഉണ്ടാവും. അതിനെ തരണം ചെയ്യണമെങ്കിൽ ആദ്യം നമ്മുടെ മനസ്സിൽ ഈമാനും തഖ്വയും വർദ്ധിക്കണം. അത് വർദ്ധിപ്പിക്കുവാനുള്ള വഴിയാണ് ഇത്തരത്തിലുള്ള ദീനീ സംരംഭങ്ങളും സഹായിക്കുക, സഹകരിക്കുക എന്നുള്ളത്.
ഇപ്പോൾ അൽഹംദുലില്ലാഹ് നമ്മുടെ ഉസ്താദ് നേരത്തെ അടുത്ത വർഷത്തേക്ക് ഉള്ള കാര്യം പറഞ്ഞപ്പോൾ ഒരുപാട് ആളുകൾ ചെറുതും വലുതുമായിട്ടുള്ള നേർച്ചകളൊക്കെ ഇവിടെ എഴുതിച്ച് അല്ലാഹു അതൊക്കെ സ്വീകരിക്കുമാറാകും. അതൊരു തൗഫീഖാണ്. കാരണം അത്തരത്തിലുള്ള ഞാൻ നേരത്തെ സൂചിപ്പിച്ചതിൽ എല്ലാ നിലക്കുമുള്ള കൂട്ടായ്മയോട് കൂടിയാണ് നമ്മുടെ ദീനീ ദഅവത്ത് മുന്നോട്ട് കൊണ്ടുപോകുക. ഈ പള്ളി ഇവിടെ ഒരാൾ പണി കഴിപ്പിച്ചതാണെന്ന് പറഞ്ഞു, സ്ഥലം വിട്ടു തന്നതാണെന്ന് പറഞ്ഞു, അല്ലാഹു അതൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. ആ നിലക്കുള്ള മനസ്സുകൾ നമുക്കുണ്ടാവണം. അല്ലാഹു തന്ന നിഅമത്തിൽ നിന്ന് അല്ലാഹുവിൻ്റെ വഴിയിലേക്ക് സംഭാവനകൾ നൽകുവാൻ, അള്ളാഹുവിന്റെ വഴിയിലേക്ക് കൊടുക്കുവാനുള്ള തൗഫീക്ക് ഉണ്ടാവണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പരിശുദ്ധമാക്കപ്പെട്ട ദീനിന്റെ യഥാർത്ഥ അഹലുകാരായി എല്ലാവരും നമുക്കറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അവസാനം 73 വിഭാഗമാകും. അതിലൊരു വിഭാഗം മാത്രമാണ് സ്വർഗാവകാശികളാണ്. ആ സ്വർഗാവകാശികൾ ഉൾപ്പെടണമെങ്കിൽ നാം നമ്മുടെ സ്വന്തത്തെ സൂക്ഷിക്കുക. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം, സോഷ്യൽ മീഡിയയും മറ്റു കാര്യങ്ങളുമായി പല വിഷയങ്ങളിലും വാദപ്രതിവാദങ്ങളും തർക്ക വിതർക്കങ്ങളും ഒക്കെ ഉണ്ടാകുന്നെങ്കിൽ നാം നമ്മുടെ കാര്യം ഒന്ന് സ്വയമേവ വിമർശനത്തിന് വിധേയമാക്കുക. ഞാൻ ഇന്ന് 5 വക്ത് നിസ്കരിച്ചോ? എൻ്റെ നിസ്കാരങ്ങൾ അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ടാകുമോ? ഖുർആൻ ഞാൻ ഒന്ന് ഓതിയോ? അതല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരു നന്മ ഞാൻ ചെയ്തോ? എൻ്റെ നാവിനെ എനിക്ക് നിയന്ത്രിച്ചോ? തുടങ്ങി നാം ഓരോരുത്തരും സ്വയം ആത്മവിമർശനം നടത്തുകയാണെങ്കിൽ ഈ സമൂഹം നമ്മെ കണ്ട് ഒരുപാട് ആളുകൾ, നമുക്കറിയാം, മഹാനായിട്ടുള്ള മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു മഹാനവറുകളുടെ വരോടുകൂടിയാണ് ഈ കേരളത്തിൽ പരിശുദ്ധമാകപ്പെട്ട ദീനുൽ ഇസ്ലാമിന്റെ പ്രചാരണം ആരംഭിക്കുന്നത്. അവിടുന്ന് പ്രസംഗത്തിലൂടെയോ കവിത പാടിയോ ഒന്നുമല്ല, അവിടുത്തെ ജീവിതമായിരുന്നു പരിശുദ്ധമാക്കപ്പെട്ട ദീൻ സ്വീകരിക്കുവാൻ ഇവിടുത്തെ മുസ്ലിങ്ങളായ സഹോദരങ്ങൾക്ക് പ്രചോദനമായിട്ടുള്ളത്. ആ നിലക്ക് നമ്മുടെ ജീവിതം കണ്ട്, നമ്മുടെ സമൂഹത്തിന്റെ ജീവിതം കണ്ട് ഏതെങ്കിലും ഒരു മുസ്ലിം, ഏതെങ്കിലും ഒരു വിശ്വാസി നമ്മുടെ മതത്തിലേക്ക് കടന്നു വരുമോ എന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? ആ നിലക്ക് നമ്മുടെ ജീവിതം കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മുടെ കുട്ടികളൊക്കെ, നമ്മുടെ മുതിർന്നവരും കുട്ടികളിൽ നിന്നല്ല എല്ലാവരുടെയും നമ്മുടെ അള്ളാഹു ഹലാലാക്കിയതിനെ നാം അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങളെ നാം ലഘൂകരിക്കുകയും, ഏതൊക്കെ കാര്യങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ നമ്മോട് വിശദീകരിച്ച് തന്ന, പണ്ഡിതന്മാർ നമുക്ക് കൃത്യമായി മാർഗനിർദ്ദേശം തന്ന എല്ലാ കാര്യങ്ങളെയും നാം അതൊക്കെ അവഗണിച്ചുകൊണ്ട്, ഹറാമിനെ ഒക്കെ ലഘൂകരിച്ചുകൊണ്ട്, എല്ലാ ഹറാമിനും എല്ലാവരും മുന്നിട്ടിറങ്ങുന്ന ഒരവസ്ഥ അള്ളാഹു സലാമത്താക്കുമാറാകട്ടെ. ആ നിലക്ക് മരണപ്പെട്ടു പോയ, ഞാൻ ഇപ്പോൾ ഒരു മരണ വീട്ടിൽ പോയി വരികയാണ്. ഒരുപാട് ആളുകൾ ദിനേനയെന്നോണം മരണപ്പെട്ടു പോകൊണ്ടിരിക്കുന്നു. പല വിധത്തിലുള്ള അസുഖങ്ങളും ക്യാൻസർ പോലത്തെ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. പെട്ടെന്നുള്ള അപകടങ്ങൾ മരണങ്ങളൊക്കെ ഉണ്ട്. ഇന്ന് വരെ തിരിച്ചറിയപ്പെടാൻ പറ്റാത്ത രോഗങ്ങളൊക്കെ ഉണ്ട്. അള്ളാഹു ആ നിലക്കിലുള്ള എല്ലാവിധ പ്രയാസങ്ങളൊക്കെ അള്ളാഹു സലാമത്താക്കുമാറാകട്ടെ. ആ നിലക്ക് നാമൊക്കെ ഇത് വഴിപോക്കരാണ്. ഈ ദുനിയാവ് നമുക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു ഇടം മാത്രമാണ്. നാളെ ശാശ്വതമായിട്ടുള്ള പരലോകത്തേക്ക് കടന്നു പോകേണ്ടവരാണ്. ആ നിലക്ക് അള്ളാഹുവിനെ പേടിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മജ്‌ലിസുകൾ സംബന്ധിക്കുക. നമ്മുടെ പള്ളി എന്നുള്ളത് ആ വഖഫ് ചെയ്തതോടുകൂടി ആ പള്ളിക്ക് വലിയ മഹത്വമാണ്. സാധാരണഗതിയിലുള്ള പോലെ നമ്മുടെ നാട്ടിൽ നാം ഇവിടെ നിന്ന് ദുആ ചെയ്യുന്നതും അതിനകത്ത് നിന്ന് ദുആ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ആ നിലക്ക് പള്ളിയിലേക്ക് നമ്മുടെ ജീവിതവുമായി സമ്പർക്കം പുലർത്തുക, കൃത്യമായി നിസ്കരിക്കാൻ ശ്രമിക്കുക. നിസ്കാരത്തുമായി ബന്ധപ്പെട്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട്, ദീനിന്റെ ചിഹ്നങ്ങളുമായി എപ്പോൾ നിരന്തരം ബന്ധപ്പെടുന്ന ഒരു മനസ്സിലേക്ക് ദുഷ്ടനായ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കടന്നു വരാൻ സാധിക്കുകയില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതല്ല, ദിവസേന ഖുർആൻ ഓതുന്ന ഒരു മനസ്സിലേക്ക്, അവന്റെ മനസ്സിലേക്ക് ദുഷ്ടചിന്തകൾ കടന്നു വരാനുള്ള ഇടമുണ്ടാവുകയില്ല. ആ നിലക്ക് നാം മാത്രമല്ല, നമ്മുടെ മക്കളെയും, ഒരുപാട് ആളുകൾ നമ്മുടെ പള്ളിയിലേക്ക് കൃത്യമായി വരുന്നുണ്ടാവും, പക്ഷെ മക്കൾ പള്ളിയിലേക്ക് വരാത്ത അവസ്ഥ, നമ്മുടെ കുടുംബത്തെയും ഒക്കെ ദീനിന്റെ ചുറ്റുപാടിൽ നിന്നുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ പൂർവിക സൂര്യകളായിട്ടുള്ള മഹത്തുക്കൾ, മഹാന്മാരായിട്ടുള്ള ഔലിയാക്കൾ, അമ്പിയാക്കൾ, മുസ്ലിങ്ങൾ, സ്വാലിഹീങ്ങൾ അവരൊക്കെ പഠിപ്പിച്ചു തന്ന കൃത്യമായ സുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ അത് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട്, അതിൽ ഒരു വെള്ളം കലർത്തിക്കൊണ്ട് ഒരു പരിപാടിക്ക് ഞാൻ തയ്യാറാകാതെ പരിശുദ്ധമായിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ അഹലുകാരായിക്കൊണ്ട് തന്നെ ദീനീ ഖിദ്മത്തിലായി പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹത്തായ പരിപാടിക്ക് വേണ്ടി സഹകരിച്ച, ഇതിനു വേണ്ടി പ്രവർത്തിച്ച ഈ നാട്ടിലെയും മറുനാട്ടിലെയും സഹോദരന്മാർ, വിദേശങ്ങളിൽ ജോലി ചെയ്യുന്ന സഹോദരന്മാർ, ഈ നാട്ടിലെ ഉമ്മപ്പെങ്ങന്മാർ, അപാലവൃദ്ധ ജനങ്ങൾ, ഇവിടെ ഒരുപാട് ഉസ്താദ് നേരത്തെ സൂചിപ്പിച്ചു, ഒരുപാട് ആലിമീങ്ങളുള്ള നാടാണ്. അള്ളാഹു ആ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി നമുക്ക് ആലിമാകാൻ സാധിച്ചില്ലെങ്കിൽ ആലിമീങ്ങളെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ദീനിന്റെ അഹലുകാരായി അള്ളാഹുവിനെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ മജ്‌ലിസിൽ നിങ്ങളോടൊപ്പം സംബന്ധിക്കാനുള്ള സന്തോഷം പങ്കുവെച്ചുകൊണ്ട് എല്ലാവിധ നന്മകളും ഭാവങ്ങളും നേർന്നുകൊണ്ട് നമുക്ക് ഞങ്ങളുടെ കുടുംബത്തിന് എപ്പോഴും ദുആ ചെയ്യണമെന്ന് വസീയത്ത് നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.